ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ മോൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് 2 പുഡിങ്ങാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. 2ൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് പാലാണ്. പാല് വെച്ചിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 2 പുഡിങ് നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ കൂടുതലും യൂസ് ചെയ്യുന്നുണ്ടല്ലോ മുരളിയുടെ പാലാണ് കേട്ടോ. കൂടുതലും നല്ല ഫുൾ ടൈം ഞങ്ങളിവിടെ ചായക്കും കാപ്പിക്കും ഒക്കെ യൂസ് ചെയ്യുന്നത് മുരളിയുടെ പാലാണ്. ഇത് കണ്ടോ, ഇത് ഹോൾ മിൽക്കാണ്, ഇത് ടോൺഡ് മിൽക്കാണ്. രണ്ടും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പുഡിങ്ങിന് നമുക്ക് വേണ്ടത് 2 കപ്പ് പാലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അളന്ന് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പാല് 2 കപ്പ് ഞാൻ ഇവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബ്രെഡെല്ലാം ഒന്ന് സൈഡ് കട്ട് ചെയ്തിട്ട് വെക്കാം. ഇവിടെ ഞാൻ 4 പീസ് ബ്രെഡാട്ടോ എടുത്തേക്കുന്നത്. നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. നിങ്ങൾക്കൊരു 3 ബ്രെഡോ 4 ബ്രെഡോ 5 ബ്രെഡോ എത്രയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസ് അനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. നമ്മളെ ഒരു പാത്രം വെച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്തിടണം. അപ്പോൾ നമുക്കിതൊന്ന് പരന്ന് കിടക്കുന്ന മാതിരിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ കുഴിയായിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലോ ഇത് വെക്കുക കേട്ടോ. 2 പീസും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഞാനിപ്പോൾ 4 പീസ് ബ്രെഡാണ് ഇവിടെ ഫുള്ള് ഇങ്ങനെ സൈഡ് കട്ട് ചെയ്തിട്ട് വെച്ചത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ പാല് തിളച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് ഇതേ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ ഒരുപാട് കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ചൂടുള്ള പാല് നമ്മൾ ഈ ബ്രെഡിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഫുൾ പാലും ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഇങ്ങനെ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. കുതിർത്ത് വെച്ച ഈ ബ്രെഡ് ഉണ്ടല്ലോ, ഒരു ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ നമ്മൾ അതിനകത്തോട്ട് ഒരു 2 ക്യൂബ് ബട്ടർ ചേർക്കുക, ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ കേട്ടോ. ഇത് സോൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് സെപ്പറേറ്റ് ഉപ്പ് ചേർക്കണ്ട. അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസിൽ ഈ ഒരു റെസിപ്പിയിൽ ഒരു പിഞ്ച് സോൾട്ട് ചേർക്കണം. അപ്പോൾ ഇത് സോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് ഞാൻ പിന്നെ വേറെ എക്സ്ട്രാ ഉപ്പ് ചേർക്കുന്നില്ലേ. അപ്പം ഇത് നമ്മൾ ചേർക്കുക. ഈ പാല് ചൂടുള്ളപ്പോൾ വേണം കേട്ടോ ഇതെല്ലാം ചെയ്യാനായിട്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. പാല് ബോയിൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ടൈമിലും ചേർക്കാം. പഞ്ചസാര ഇട്ട് ബോയിലാക്കി ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ എപ്പോഴും അപ്പോൾ ഇങ്ങനെ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കേണ്ടി വരുമ്പോൾ എന്താണെന്നറിയോ, പാല് കുറച്ച് കൂടുതൽ തിളപ്പിച്ച് വെക്കും. അങ്ങനെ തിളപ്പിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് പാലൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പാലെടുക്കുക, ചെറിയൊരു ചൂട് വേണമെന്നേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് ബട്ടർ ഇടുക, പഞ്ചസാര ഇടുക, ഒന്ന് ആറണം. ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കേണ്ട ഒരു കൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ആറിയിട്ട് വേണം കേട്ടോ മിക്സിയിൽ അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കേട്ടോ നമ്മളതും കൂടി ഒന്ന് ചേർക്കുകയാണ്. ഈ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബട്ടർ ശരിക്കും അതിൻ്റെ അകത്തേക്ക് അലിഞ്ഞ് ചേർന്നോളും. കണ്ടോ, ഇതങ്ങനെ വെക്കുക. നമ്മൾ അതിൻ്റെ പരിപാടി തീർന്നു കേട്ടോ. അപ്പോൾ ഇത് ആറാനായിട്ട് വെക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ബ്രെഡ് നമ്മളൊന്ന് നിരത്തിയിടുമ്പോൾ ഇച്ചിരി ഒരു പരന്ന പാത്രമാണെങ്കിൽ ഇത് പെട്ടെന്ന് ഇത് ആറിക്കിട്ടും. ഞാനിതൊന്ന് ഫാൻ്റെ കീഴെ കൊണ്ടു വയ്ക്കട്ടെ. അടുത്തത് നമ്മൾ റെഡിയാക്കുന്നുണ്ടല്ലോ, 4 എഗ്ഗാണ് ഇതിലേക്ക് വേണ്ടത്. 2 എഗ്ഗ് മുഴുവനും വേണം, 2 എഗ്ഗിൻ്റെ യോക്ക് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും എഗ്ഗ് വേറെ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. ഇത് കേടാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ. ഓക്കേ, ഇതിലേക്ക് നമ്മൾ കുറച്ച് വാനില എസൻസ് ആട്ടോ ചേർക്കേണ്ടത്.
ഒരു സ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഓക്കെ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ എഗ്ഗ് ഉണ്ടല്ലോ, ഇത് എടുക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് ആയിരിക്കണം. കാരണം നമ്മൾ നേരത്തെ മിക്സിൽ ബട്ടർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ബട്ടർ നമ്മൾ ഈ തണുത്ത എഗ്ഗാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കട്ട പിടിക്കും. അപ്പോൾ അത് നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുന്ന ഒരു പുഡിംഗ് ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് വരില്ല അതിൻ്റെ ടെക്സ്ചർ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള എഗ്ഗ് വേണം എന്തായാലും യൂസ് ചെയ്യാൻ കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ സോൾട്ടഡ് അല്ലാത്ത ബട്ടറാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ഇതിനകത്തേക്ക് ഒരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിടാം. നമ്മുടെ ഈ മിക്സ് ഉണ്ടല്ലോ, ഇത് നന്നായിട്ട് ആറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ആറണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ എഗ്ഗ് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് നമ്മൾ മിക്സിയിൽ അടിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ എഗ്ഗ് ചൂടുണ്ടെങ്കിൽ അത് കുക്കായി പോകും ഇതിൻ്റെ അകത്ത് ഇടുമ്പോൾ കേട്ടോ. നമുക്കൊരു മിക്സി എടുക്കാം, എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടാവേ. കണ്ടോ, നമ്മളിട്ട പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നമ്മൾ ഈ അടിച്ച് വെച്ചേക്കുന്ന എഗ്ഗും ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുക കേട്ടോ. ഇതിന് മധുരം ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ എത്രയാണ് ഷുഗർ ആഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള മധുരമാണ്. അപ്പം അധികം മധുരമൊന്നും ഉണ്ടാവില്ല, ലൈറ്റായിട്ടുള്ളൊരു മധുരം ഉണ്ടാവുള്ളൂ. ഇനി ഇത് നമ്മൾ നന്നായിട്ട് വേഗം മിക്സിയിലൊന്ന് അടിച്ചെടുക്കണേ. ഞാനിതിൻ്റെ ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോണേ, ഇത് കണ്ടോ, ഇതിങ്ങനെ പിരിയലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. കണ്ടോ, അപ്പം ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി നമ്മളുടെ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ദേ സോസ്പാൻ കഴുകി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു 3-4 ഡ്രോപ്പ് എന്താണ് പറയുക, ചെറുനാരങ്ങ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ ഈ ലെമണിൻ്റെ ജ്യൂസ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ക്രിസ്റ്റലൈസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലെമൺ ജ്യൂസ് ചേർക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചില ഇങ്ങനെ കട്ട പിടിച്ചിങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതിലേക്ക് പഞ്ചസാര ഇട്ടു, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഈ സ്പൂണിന് അളന്നിട്ടാണ് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു 3-4 ഡ്രോപ്പ് ലൈമിൻ്റെ ഇത് ചേർക്കുന്നുണ്ട്. നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്, കരിഞ്ഞു പോവരുത്. നമ്മുടെ ഷുഗർ സിറപ്പ് ഇത് കണ്ടോ കാരമലൈസ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എന്നാണെന്നറിയാവോ, നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിലാവുമേ. ഇതിപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ പാനിൽ വെച്ച കാരണം കൊണ്ട് ഇച്ചിരി ഒരു സമയം എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ തീ കുറച്ചുമാണ് ഇട്ട് വെക്കുന്നത്. ഈ ഒരു ബ്രൗൺ കളറാട്ടോ നമുക്ക് വേണ്ടത്. ഇനി ഈ നല്ല ചൂടിന് തന്നെ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുക. ഈ പാത്രത്തിലാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. ഇതിന് ചൂടുണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് അപ്പം തന്നെ നമ്മളിത് ഇതെല്ലായിടത്തേക്കും ആവണ മാതിരി ആക്കണേ. നമ്മളിത് കാരമലൈസായി കഴിയുമ്പോൾ ഉണ്ടല്ലോ അപ്പം തന്നെ ഒഴിക്കണം. ഈ സാധനം ഈ പാത്രം ഉണ്ടല്ലോ, ഇതിപ്പോൾ നല്ല ചൂടാണ്. അപ്പം നമ്മൾ അടിയിൽ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ടൊക്കെ വേണം കേട്ടോ, ഒരു മാറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് വേണേ ഒഴിക്കാനായിട്ട്. അപ്പം ഇത് നമ്മളിങ്ങോട്ട് വെച്ചു. ഇനി നമ്മളുടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മിക്സ് ഉണ്ടല്ലോ, അത് അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്.
ഞാനിവിടെ അരിപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാവേ. ഇതുണ്ടല്ലോ, നമ്മൾ കാരമലൈസ് ചെയ്ത ആ പഞ്ചസാര ഉണ്ടല്ലോ, അത് ഹാർഡായിട്ടാണ് ഇത് ഒഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളുടെ മിക്സെല്ലാം ഇതിൻ്റെ അകത്ത് ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ട് പോകാം കേട്ടോ. സ്റ്റീം ചെയ്യാൻ ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു വലിപ്പമുള്ളൊരു പാത്രം എടുത്താൽ മതി. അങ്ങനെയുള്ളൊരു വലിപ്പമുള്ള പാത്രം എടുക്കുക. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പാകത്തിന്. ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനകത്ത് വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഉയരം കുറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് ഇത് നമുക്ക് ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കാം. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ഇതിൻ്റെ ഒരു പകുതിക്ക് വരുന്നത്, ഇതിപ്പോൾ ഞാൻ ഉണ്ട് ഇതിലുണ്ടാക്കി ഇതിങ്ങനെ അളവ് ഇങ്ങനെ പാടുണ്ട്. ഈ ഒരു ഉയരത്തിൽ ഈ വെള്ളം തിളയ്ക്കും. അപ്പോൾ തിളച്ചിട്ട് ഉള്ളിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇത് കവർ ചെയ്യുന്നത്. അപ്പം ഈ ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്യാം. ഫോയിൽ പേപ്പർ വെക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിതാ ഇതിൻ്റെ ഈ അറ്റം ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ ലോക്കാക്കി കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇപ്പം ഇത് ലോക്കായി. ഇനി നമുക്ക് ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കാൻ പറ്റുന്ന മാതിരി സ്റ്റാൻഡോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം. ഒരു ടിഷ്യൂ പേപ്പർ നമുക്കിതാ ഇങ്ങനെ വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുക ചെയ്യുന്നത് കേട്ടോ. ആ ബോട്ടിൽ ഇങ്ങെടുത്തടാ. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ ഇതിൻ്റെ അകത്തേക്ക്. എന്നിട്ട് നമ്മളുടെ ഈ മിക്സ് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കും. കണ്ടോ, നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഹാഫ് വരെ അല്ലേ വരുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾ തീ ഓണാക്കി കൊടുക്കുക. അത് നന്നായി തിളച്ചോളും. അടച്ച് വെക്കണം കേട്ടോ. കറക്റ്റായിട്ട് ഇതിങ്ങനെ അടഞ്ഞിരിക്കുന്ന ഒരു അടപ്പെടുത്തിട്ട് അടച്ച് വെക്കുകയും ചെയ്യണം. ഇതവിടെ ഇരുന്ന് ആവട്ടെ. നമുക്കൊരു 30 മിനിറ്റൊക്കെ ഇത് വേണ്ടി വരും ഒന്ന് കുക്കായിട്ടൊന്ന് വരാനായിട്ട്. അത് കഴിഞ്ഞ് ഇത് നല്ലതുപോലെ ആറണം. അപ്പോൾ അതിന് നമ്മൾ എടുക്കുമ്പോൾ ഞാൻ പറയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്ക് അടുത്ത പുഡിങ്ങിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആ സമയം കൊണ്ട് നോക്കാം കേട്ടോ. ഇത് വേവട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പുഡിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാം കേട്ടോ. നമ്മൾ ഇത് ഞാൻ കോക്കനട്ട് വാട്ടറാണ്. ഇതിൻ്റെ 2 കപ്പ് തേങ്ങാവെള്ളം, നാരങ്ങ വെള്ളം, തേങ്ങാവെള്ളം എടുക്കുക. ഇതിലേക്ക് അല്ല നാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളയാം കേട്ടോ. അതിനകത്തൊരു കുഞ്ഞ് പൊടി കിടക്കും, എടുത്ത് മാറ്റട്ടെ. ഓക്കെ, ഇതിലേക്ക് ഇതൊന്ന് ചൂടാവാനായിട്ട് വയ്ക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ 2 കപ്പ് കോക്കനട്ട് വാട്ടർ നമ്മളിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പം നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കണം. അതിനു മുൻപ് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് ഈ ചൈന ഗ്രാസ് ഒന്ന് ഇട്ട് വയ്ക്കുക, ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്. പഞ്ചസാര മെൽട്ടായി വരുമ്പോഴത്തേനും ഇതും കൂടി ചേർത്തിട്ട് നമുക്കതൊരു പരന്ന ഇതുപോലെയുള്ളൊരു ട്രേ ഇല്ലേ, അതിലോട്ട് ഒഴിച്ച് വെച്ചിട്ട് നമുക്കത് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ക്യൂബായിട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അതാണിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. ഇതേ നമ്മൾ തേങ്ങാവെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചത് ഇതേ ബോയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു കുറച്ചെടുത്തിട്ട് നമ്മൾ ഈ ചൈന ഗ്രാസിലേക്ക് ഇടുകയാണ്. ഇത് 5 ഗ്രാമാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. നല്ല കട്ടിയുള്ള ഇതായിട്ട് കിട്ടണം എന്നുള്ളവർക്ക് 8 തൊട്ട് 10 വരെയുള്ള ഗ്രാം ഒക്കെ നമുക്ക് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് സോക്കാവട്ടെ അവിടെ ഇരുന്നിട്ട്. അപ്പോഴത്തേനും നമ്മൾ പഞ്ചസാര ചേർക്കാം കേട്ടോ ഇതിൻ്റെ അകത്തേക്ക്.
1 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിങ്ങനെ നന്നായിട്ട് പെട്ടെന്ന് മെൽറ്റാവും കേട്ടോ. ഇത് പെട്ടെന്ന് മെൽറ്റായി വരും. നമ്മളുടെ ചൈന ഗ്രാസ് ഒന്ന് എടുത്തത് കണ്ടോ, നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. ഇത് കണ്ടോ, ഇതും നന്നായിട്ട് മെൽട്ടാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. കണ്ടോ, ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ചൈന ഗ്രാസ് ഫുള്ള് ഇതിലേക്ക് മെൽറ്റ് ആവണം. ഞാൻ തീ ഒന്ന് കുറച്ചിട്ടിട്ടുണ്ട്. നമ്മൾ ഈ കരിക്കിൻ്റെ ഉള്ളിലുള്ള കാമ്പുണ്ടല്ലോ, ഞാനിത് നല്ല നമുക്കിങ്ങനെ അവിടെ നിന്ന് ബോക്സിലാക്കിയിട്ടാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഈ അറ്റം ഭാഗം ഉണ്ടല്ലോ, നല്ല കനം കുറഞ്ഞിട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ നീളത്തിൽ കുറച്ച് സൈഡ് മാത്രം ഞാൻ ദേ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 3 കരിക്കാണ് ഞാൻ മേടിച്ചത്. അപ്പോഴാണ് എനിക്ക് ഇത്രയും കിട്ടിയത് കേട്ടോ. ഞാൻ ഇങ്ങനെയും കൂടി ഇടാൻ വിചാരിച്ചേക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കാമ്പ് വേണമായിരുന്നു ഉള്ളിലുള്ള ഒരു ഇത്. ബാക്കിയുള്ള ഈ കുറച്ച് കട്ടിയുള്ള ഈ ഭാഗങ്ങളുണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് ഒരു മിക്സിയുടെ അകത്തിട്ടിട്ട് അടിച്ച് വെക്കാം കേട്ടോ. അപ്പം ഈ നമ്മളുടെ ഇത് കണ്ടോ, ഈ ചൈന ഗ്രാസ് ഫുള്ള് മെൽറ്റായിട്ടുണ്ട്, എല്ലാം മെൽറ്റായിട്ട് വന്നു. ഇനി നമുക്ക് ഇതുപോലെയുള്ള ഒരു പരന്ന പാത്രത്തിലേക്ക് എനിക്ക് അധികം കട്ടി വേണ്ട ക്യൂബിന്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ ലെയർ ഇങ്ങനെ തിന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആയിട്ടാണ് ഒഴിച്ച് വെക്കുന്നത് കേട്ടോ. ഇങ്ങനെ പരന്നിട്ടുള്ള ഒരു 2 പാത്രത്തിലാക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ച ഈ കാമ്പുണ്ടല്ലോ, ഇതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് ഞാൻ ഒരു പാത്രത്തിൻ്റെ അകത്ത് ഇങ്ങനെ ജസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടും നമുക്കൊന്ന് ആറാനായിട്ട് വെക്കണം, അതാണ് മെയിൻ. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ചൂടൊന്ന് ആറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ അതൊന്ന് സെറ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് പുറത്തെടുത്ത് വെച്ചിട്ട് അത് കട്ട് ചെയ്യാം. ഈ ബാക്കിയുള്ളത് നമുക്ക് അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവേ. ഇനി നമുക്ക് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നതാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് പാല്. ഇതിൽ നമ്മൾ മുരളിയുടെ പാല് തന്നെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഈ ഫുൾ ഫാറ്റ് മിൽക്കാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളൊരു സോസ് പാൻ എടുക്കുക, എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു 2 കപ്പ് പാല് നമുക്ക് ചേർക്കാം. ഒന്ന്, 2. പാല് നമ്മൾ 2 കപ്പ് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് എന്താണ് പറയുക, ഡ്രിങ്ക് പോലെ ആയിട്ട് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പാലിലേക്ക് നമ്മൾ ചൈന ഗ്രാസ് ചേർക്കണ്ട. ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തേങ്ങയുടെ വെള്ളം അതിലേക്ക് എടുത്ത് ഒഴിച്ചില്ലേ, അതുപോലെ ഒന്ന് കുതിരാനായിട്ടൊന്ന് വെക്കണം. പിന്നെ ഈ പാലിലേക്ക് നമ്മൾ മധുരത്തിന് വേണ്ടി ചേർക്കുന്നതാണ് കണ്ടൻസ്ഡ് മിൽക്ക്. കണ്ടൻസ്ഡ് മിൽക്ക് നമ്മളുടെ മധുരം എത്രയാണ് നമുക്ക് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ. ഇനി പാലിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് ഡ്രിങ്ക് പോലെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഫാറ്റ് മിൽക്കിന് പകരം നമുക്ക് വേണമെങ്കിൽ ടോൺഡ് മിൽക്കും ചേർക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതായത് അത്രയും ഫാറ്റ് നമുക്ക് ആവശ്യമില്ല, മധുരം ആവശ്യമില്ല എന്ന് തോന്നുന്നവർക്കൊക്കെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. ഡ്രിങ്ക് ആക്കുമ്പോൾ പുഡിങ് പോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് കോൺഫ്ലവർ ചേർക്കുക, ഈ ചൈന ഗ്രാസ് ഒക്കെ ഇടാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു 5 ഗ്രാം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ എന്താ പറയുക, ഒരു കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അളവ് മാറ്റാം. ചൈന ഗ്രാസിൻ്റെ നമുക്കിങ്ങനെ സ്കൂപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന മാതിരത്തെ കുറച്ച് ഇങ്ങനെ വികിളി പോലെ കിടക്കുന്ന ടൈപ്പ് ടെക്സ്ചർ ആണെങ്കിൽ നമ്മൾ വളരെ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ സെറ്റായി വരുമ്പോൾ നമുക്കിങ്ങനെ കഴിക്കാൻ പറ്റും. ഇനി അത് ഇങ്ങനെ കട്ട് ചെയ്ത് മുറിച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന മാതിരിയുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 5 ഗ്രാമിന് കുറച്ച് കൂടുതൽ ചേർക്കണം. ഒരു 8 to 10 ഗ്രാംസ് വരെയൊക്കെ നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ ആ പാനിൽ ഒഴിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പം കറക്റ്റ് നമുക്ക് അത് ഫ്ലിപ്പ് ചെയ്യാം. നമ്മൾ ഫ്ലിപ്പ് ചെയ്തിട്ടിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം, ലെയറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഈ സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ മിക്ക പുഡിങ്ങിനും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ബ്രെഡ് പുഡിങ് ഉണ്ടാക്കിയപ്പോഴാണെങ്കിലും നമ്മൾ അത് ബ്രെഡ്
സോക്ക് ചെയ്തിട്ട് അതിനെ നമ്മൾ സ്റ്റീം ചെയ്തിട്ടൊക്കെ ചെയ്തു. ഇതേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടൊക്കെ തന്നെ നമുക്ക് ബ്രെഡ് കട്ട് ചെയ്ത് സ്ക്വയർ ചെയ്ത് ലെയർ ചെയ്തിട്ട് ഈ പാല് വെച്ചിട്ടുള്ള ഇപ്പം നമ്മൾ ഈ മിൽക്ക് മെയ്ഡ് വെച്ചിട്ടുള്ള റെസിപ്പി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒഴിച്ചിട്ടും നമുക്ക് പുഡിങ് വേറെ ടൈപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ഷെയർ ചെയ്യാവേ. ഇതിപ്പോൾ ഇതേ പാലൊന്ന് ജസ്റ്റ് ഇത് കണ്ടോ ബോയിലായി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ പാലിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് ഒരു 1/2 കപ്പ് എടുത്തിട്ട് ഞാൻ ദേ ഈ ചൈന ഗ്രാസിലേക്ക് ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ ഇരുന്നിട്ട് ഒന്ന് കുതിരട്ടെ. പെട്ടെന്നാവും കേട്ടോ. ഈ പുഡിങ്ങൊക്കെ ഭയങ്കര പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്. ഇതിൽ നമ്മൾ ദേ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത് കണ്ടോ. ഇതൊരു 1/2 ടിന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തീ ഒന്ന് കുറച്ചിടണേ. നമ്മളുടെ ഈ പുഡിങ്ങിൻ്റെ ചൈന ഗ്രാസ് ദേ ഒന്ന് സോക്കായിട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേനും ഞാൻ ദേ ഈ ഇത് കണ്ടോ കോക്കനട്ടിൻ്റെ ആ പൾപ്പ് ഇതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മളുടെ ഈ സാധനം റെഡിയായോ എന്നുള്ളത് നോക്കാം കേട്ടോ. നമ്മളുടെ സ്റ്റീം ചെയ്ത പുഡിങ് സൂക്ഷിച്ച് കണ്ടോ. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് സേഫായിട്ട് എടുത്ത് വയ്ക്കണം. സൂക്ഷിച്ചെടുത്ത് വയ്ക്കുക, കൈയൊന്നും പൊള്ളിക്കാതെ ഇരിക്കുക. ചൂടുവെള്ളമാണ്. നമ്മൾ ഈ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാധനം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കും. ഓക്കെ, ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടോ. ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ സൈഡൊക്കെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു പാട പോലത്തെ ഒരു ഇത് വന്നാലേ ഇതിങ്ങനെ കുക്കായി വരുള്ളൂ. ഇത് കണ്ടോ, സെൻറ്റർ കുറച്ചുകൂടി സെറ്റ് ആവാനുണ്ട്. അപ്പോൾ നമ്മളിത് ഫാൻ്റെ കീഴെ വെച്ചിട്ട് നന്നായിട്ട് ആറണം. അപ്പോൾ ഒന്നും കൂടി സെറ്റാവും. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഫ്രിഡ്ജിൻ്റെ അകത്ത് 2 മണിക്കൂർ വെക്കണം. അപ്പോഴാണ് ഇത് കംപ്ലീറ്റ് സെറ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. എന്നിട്ട് ഇത് എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത് പിന്നെ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇതൊന്ന് ആറാനായിട്ട് വെക്കട്ടെ. നമ്മൾ ഈ പാത്രത്തിൽ വെക്കുമ്പോൾ ഉണ്ടല്ലോ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് വെക്കാനായിട്ട് ഓർക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെക്കുന്ന പാത്രം ഉണ്ടല്ലോ സ്റ്റീം ചെയ്യാനായിട്ട് അത് ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിപ്പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. സ്റ്റിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഐറ്റം റെഡി ആയിട്ട് വരില്ല. ഓക്കെ, ഇനി നമുക്കിതാ നമ്മളുടെ ഈ ചൈന ഗ്രാസ് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം കേട്ടോ. ഇത് കണ്ടോ, ചൈന ഗ്രാസ് നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. ഇത് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ നമ്മളിത് അടിച്ചു വെച്ച ഈ കോക്കനട്ടിൻ്റെ ഈ പൾപ്പ് ഉണ്ടല്ലോ ഇതും ചേർത്ത് കൊടുക്കാം നമുക്ക്. ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് അടിക്കാനായിട്ട് നോക്കുക കേട്ടോ, ഒന്ന് ചേർക്കാനായിട്ട്. അപ്പോൾ കുറച്ചും കൂടി വേഗം എളുപ്പത്തിൽ നമുക്കിത് റെഡിയായി കിട്ടുമേ. നമ്മളുടെ മിക്സ്ചർ ഇതേ കുറച്ചൊന്ന് ഹാർഡായി വന്നിട്ടുണ്ട്. അപ്പം ഒന്ന് ചൂടാറട്ടെ. അപ്പോഴത്തേനും നമുക്ക് നമ്മളുടെ സാധനം സെറ്റ് ചെയ്യാൻ വെച്ചതുണ്ടല്ലോ ജെല്ലി പോലത്തേത് അതെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, 2 ടൈപ്പിലുള്ള ജെല്ലീസും ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഞാനിവിടെ വെക്കുന്നില്ല, ഈ അടുപ്പ് ആറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഇത് കണ്ടോ, ഇങ്ങനെ കനം കുറഞ്ഞ് കിട്ടും കണ്ടോ. എനിക്ക് ഇങ്ങനെ ഇടുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ആക്കിയത്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല സ്റ്റഡി ആയിട്ട് ഇങ്ങനെ കട്ടിയായിട്ട് മുറിച്ചിടണ മാതിരി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ചേർത്ത 5 ഗ്രാം ജലാറ്റിന് പകരം ഒരു 10 ഗ്രാം ജലാറ്റിൻ ചേർക്കണം കേട്ടോ. ഇനി നമ്മൾ ഏത് ട്രേയിലേക്കാണ് നമ്മളിത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ട്രേ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ പാലിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ കോക്കനട്ട് ഇടാത്ത ഈ ഇതുണ്ടല്ലോ
ഇതൊന്നും നമുക്ക് ആദ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മേലെ നമുക്ക് ഈ കോക്കനട്ട് കൂടി ചേർത്തിട്ടുള്ള ഇത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനി ഡെക്കറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യാം. സെറ്റായതിന് ശേഷം വേണമെങ്കിൽ കോക്കനട്ട് ഇട്ടാൽ മതി എന്നുണ്ടെങ്കിൽ കോക്കനട്ട് അങ്ങനെയാണെങ്കിലും ഇടാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ ഇടുകയാണേ. നമ്മൾ ഈ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ അത്. നമുക്കിനി ഇത് പ്ലെയിൻ ആയിട്ടല്ല, കുറച്ചും കൂടി കളർഫുള്ളായിട്ട് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് കുറച്ച്, ഇതിപ്പം നമ്മുടെ പാത്രം റെഡ് അല്ലേ, അപ്പം നമുക്ക് കുറച്ച് പൊംഗ്രനേറ്റ് ഇതിൻ്റെ ഒപ്പം നമുക്ക് എന്താണ് പറയുക മുകളിലിടാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം യെല്ലോ ആണോ റെഡാണോ, ഇപ്പോൾ യെല്ലോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈനാപ്പിൾ ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് ഒന്ന് ഷുഗറിൻ്റെ ഇതിട്ടിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്ത് ഇടണമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്താണ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളത്, ഇപ്പോൾ റോസ് പെറ്റൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ടിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ പൊമിഗ്രനേറ്റ് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇത് സെറ്റായതിന് ശേഷം എനിക്കിതിപ്പം പിള്ളേർ വരാറായിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാനിത് നേരെ ഫ്രീസറിലേക്കാണ് വെക്കുന്നത്. ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് എടുക്കാം കേട്ടോ. അതുകൊണ്ട് ഇതിൽ നിന്ന് തന്നെയാണ് നമ്മളിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരെ ഫ്രീസറിലേക്ക് വെക്കുക. അപ്പോൾ ഇനിതേ ഇവിടെ എല്ലാം ക്ലീൻ ആക്കാനുണ്ട്. പിള്ളേർ വരുമ്പോഴത്തേനും ഒരു സിങ്ക് നിറച്ച് പാത്രമായിട്ടുണ്ട് കേട്ടോ. ഈ സ്വീറ്റ്സ് ഉണ്ടാക്കുമ്പോഴുള്ള ഏക കുഴപ്പം അതാണ്, നിറച്ച് പാത്രങ്ങളുണ്ടാവും വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ അവർ വരുമ്പോഴത്തേനും ഇതെല്ലാം ഒന്ന് ക്ലീൻ ആൻഡ് നീറ്റാക്കി വെക്കട്ടെ. ഇപ്പം രണ്ടും ഒന്ന് സെറ്റ് ആവാനായിട്ടുള്ള ടൈമുണ്ട്, അതൊന്ന് ആവട്ടെ. ഇനി അത് ഞാൻ എടുക്കുന്ന ടൈമിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മിൽക്ക് ബ്രെഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാനൊന്ന് ഫ്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ കറക്റ്റായിട്ട് ആ പ്ലേറ്റിലേക്ക്. ഇത് കണ്ടോ, സൂപ്പറായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് ഒരു മണിക്കൂറാണ് ഫ്രിഡ്ജിൻ്റെ അകത്ത് സെറ്റാക്കാനായിട്ട് വെച്ചത് കേട്ടോ. പുറത്ത് വെച്ച് ആറിയതിന് ശേഷം നമ്മൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചു. 1 മണിക്കൂറല്ല 2 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ഇങ്ങനെ തന്നെ സെറ്റായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലിപ്പ് ഫിലിം എന്തെങ്കിലും ഇട്ട് കവർ ചെയ്തിട്ടും നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വരും. ഇതാണ് നമ്മുടെ ഐറ്റം വരുന്നത് കണ്ടോ. ഇനി ഞാൻ എൻ്റെ അടുത്ത പുഡിങ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ടെക്സ്ചർ ശരിക്കും സാധാരണ എപ്പോഴും ഒരു എന്താണ് പറയുക കോക്കനട്ട് പുഡിങ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മിൽക്കൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ടൈമിൽ ടെക്സ്ചർ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഞാനിത് ഫ്രീസറിലാണ് വെച്ചത്. ഇതെനിക്ക് എപ്പോഴും ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. പെട്ടെന്ന് സെറ്റായി കിട്ടാനും കൂടിയിട്ടാട്ടോ. ഇത് കണ്ടോ, നമുക്കിതിങ്ങനെ സ്കൂപ്പ് ചെയ്ത് എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ. ഇതിലേക്ക് ഞാൻ കുറച്ച് പൊംഗ്രനേറ്റ് ഇതാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ 2 പുഡിങ്ങും റെഡിയായി കേട്ടോ. ഇത് നമ്മൾ എന്താണ് പറയുക പാലും കരിക്കും വെച്ചിട്ട് ചെയ്ത പുഡിങ്, ഇത് പാലും ബ്രെഡും വെച്ച് ചെയ്ത പുഡിങ് കേട്ടോ. അപ്പോൾ രണ്ടിനും റെസിപ്പി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻ്റ് ഇടുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് രണ്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം.